ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സ് 26. Then Moses stood in the gate of the camp and said, Who is on the Lord's side? Let him come unto me. And all the sons of Levi gathered themselves together unto him. യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്ന് കൂടി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ അവരുടെ ഹിസ്റ്ററി തന്നെ മാറ്റിമറിച്ചതായിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത്തിൻ്റെ ഭാവിയെയും സകലത്തെയും നിയന്ത്രിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് അവിടെ ഉണ്ടായത്. അവിടെ മോശ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്, മരുഭൂമിയിൽ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ എന്നാണ്, എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുക. അപ്പോൾ ആരാ എഴുന്നേറ്റ് വന്നത് എന്ന് നമുക്കവിടെ കാണാം. ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നു കൂടി. ഇസ്രായേലിലെ 12 ഗോത്രത്തിന് കൊടുത്തൊരു ആഹ്വാനമാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരായിരുന്നാലും എൻ്റെ അടുക്കലേക്ക് വരട്ടെ എന്നുള്ളത്. എന്നാൽ അതിന് റെസ്പോണ്ട് ചെയ്തവർ ഒരു ഗോത്രം മാത്രമാണ്, 12-ൽ ഒരു ഗോത്രം. ലേവ്യർ ഇതാ അവൻ്റെ അടുക്കിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ചില മാസങ്ങളെ ആയിട്ടുള്ളൂ ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട്. It's only some months back they started traveling from Egypt. മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കടന്നു വരുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായിരിക്കുന്ന വലിയൊരു അത്ഭുതം അവരുടെ മുമ്പിൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ ആധിപത്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുതൽ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതൊക്കെയും അവരുടെ മുൻപിൽ അവരുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത് അത്ഭുതകരമായിട്ട് അവരത് കടന്ന് ആ അടുത്ത പ്രയാണം തുടരുകയാണ്. ചില മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യമാണത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഈ സമയത്ത് ഇതാ യഹോവയുടെ പക്ഷത്ത് വരുവാൻ താല്പര്യമുള്ളവർ ആരെന്ന് ചോദിക്കുമ്പോൾ, ഒരുപക്ഷെ മോശ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ 12 ഗോത്രത്തിൽ നിന്ന് എല്ലാവരും വരണമെന്നുള്ളതാണ്. എന്നാൽ എല്ലാ പ്രതീക്ഷകൾക്കും വിരുദ്ധമായിട്ട് അവിടെ സംഭവിക്കുന്നത് ഈ ലേവ്യ ഗോത്രം മാത്രമാണ് അവിടെ ആ പക്ഷത്തേക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം എത്രയോ അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം. യഹോവയുടെ പക്ഷത്തേക്കൊക്കെ നമുക്ക് തിരിയുവാൻ പ്രചോദനമായിരിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറകിലോട്ട് നോക്കിയാലുണ്ട്. ഒരു മാസം മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെയും നമുക്ക് യഹോവയെ, കർത്താവിനെ പിൻപറ്റുവാൻ തക്കമുള്ള കാരണങ്ങളുണ്ട്. പുറകിലോട്ട് നോക്കിയാൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായിരിക്കുന്ന അനേക അത്ഭുതങ്ങൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളിൽ നമ്മൾ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ, നമ്മൾ ഭാരപ്പെട്ടു പോയപ്പോഴൊക്കെയും ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തിയത്, നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായിട്ട് വഴികളെ തുറന്നതൊക്കെ നമുക്ക് ഓർമ്മ വരും. ഞാൻ പറയുന്നത് വളരെ ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം എന്തുമാത്രം നന്മകളാണ് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിച്ച് കരഞ്ഞ കാര്യങ്ങളാണ് ദൈവം ചില ദിവസങ്ങൾക്കുള്ളിൽ ഉത്തരം നൽകിയത്. അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. പ്രതിസന്ധികൾ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിന്നപ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കൃപയൊക്കെയും. അപ്പോഴൊക്കെ അത്ഭുതത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടല്ലേ, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ 1000 നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആത്മീയ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തുവാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് യഹോവയുടെ പക്ഷത്ത് നിൽപ്പാൻ നമുക്കൊക്കെ ഇടയായി തീരുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ പ്രയോറിറ്റിയൊക്കെ മാറിയത് അതുകൊണ്ടാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടിയ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തിരക്കിൽ നിന്നൊക്കെയും സമയം വേർതിരിച്ച് യഹോവയുടെ സന്നിധിയിൽ വന്നിരിക്കുവാൻ താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ടാണ്. ബുദ്ധിമുട്ടുകളുടെ മധ്യേയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഒരു ആരാധനാ യോഗത്തിന് മറ്റു മീറ്റിങ്ങുകൾക്ക് വരാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? യഹോവയുടെ പക്ഷത്ത് ഞാൻ ആയിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ശാരീരികമായിരിക്കുന്ന ബലഹീനതകളുണ്ട്. അരമണിക്കൂർ പോലും കസേരയിൽ ഇരിക്കുവാനായിട്ട് കഴിയുകയില്ല. എങ്കിലും ചില മണിക്കൂറുകളൊക്കെ ഇരുന്ന് ദൈവവചനം കേൾക്കാനും ദൈവസന്നിധിയിൽ നിന്ന് സന്തോഷിപ്പാനും ഒക്കെ ഇടയായിത്തീരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ യഹോവയുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. നമുക്ക് അഭിമാനിക്കാൻ, നമുക്ക് സന്തോഷിക്കാൻ അനേക കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളെ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രചോദിപ്പിച്ച യഹോവയുടെ വൻ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അത്രമാത്രം മതിയോ? അത് മതിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുക്കുവാനായിട്ട്, എത്രത്തോളം ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. 4-5 മാസം അല്ലെ 3-ാം മാസമാണ്. 3 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തത്. ഒരുപക്ഷെ പലരും എടുത്തിട്ടുണ്ടാവും. ജനുവരി 1-ാം തീയതി പുതിയ വർഷം പിറന്നപ്പോഴൊക്കെയും പല തീരുമാനങ്ങൾ നമ്മൾ എടുത്തു, അല്ലേ? ദൈവത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെയൊക്കെ ദൈവം നമ്മളോട് ചെയ്തതായിരിക്കും നന്മകളെയൊക്കെ ഓർത്തിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. എന്നാൽ ഈ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നമ്മളതൊക്കെ മറന്ന് പോയി കാണാൻ സാധ്യതയുണ്ട്. മറന്നിട്ടില്ലാത്തൊരു നല്ല കാര്യമാണ്. അത് ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ട കാര്യമാണ്. സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ബൈബിൾ സ്റ്റഡിക്ക് തീരുമാനമെടുത്തവരുണ്ട്. സ്ഥിരമായി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കൂടുതൽ സമയം പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുത്തവരുണ്ട്. ദൈവവചനം കൂടുതൽ പഠിക്കും, മനസ്സിലാക്കും, എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്നൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് നമ്മൾ. നല്ല കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും കർത്താവിൻ്റെ പക്ഷത്തേക്ക് വരുവാനായിട്ടുള്ള ചില അവസരങ്ങൾ വരുമ്പോൾ കൂടുതൽ അടുക്കുവാനായിട്ട് നാം ഇന്ന് ആരാധനയിൽ നമ്മൾ കേട്ട പോലെ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള ചില സമയങ്ങളൊക്കെ വന്നപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്ന് അറച്ചും മടിച്ചുമൊക്കെ നിന്നിട്ടുണ്ടാകും. ബിക്കോസ് ദർ ആർ സർട്ടൻ അതർ പ്രയോറിറ്റീസ് ഇൻ അവർ ലൈഫ്. യഹോവയല്ലാതെ, കർത്താവല്ലാതെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രയോറിറ്റി ആയിട്ട് വരുന്നത് കൊണ്ടാണ്. വെൻ വി പ്ലേസ്, അതിനെ ആ ലിസ്റ്റിലൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യുമ്പോൾ നമ്പർ 1 സ്ഥലത്തേക്ക് ഉയർത്തേണ്ടതായിരിക്കുന്ന കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും താഴോട്ട് കൊണ്ടുപോയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യും. അങ്ങനെ മുകളിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അക്കാര്യങ്ങൾക്കാണ് മുൻഗണന നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ മാറ്റി ദൈവസന്നിധിയിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് വിധേയത്വം പുലർത്തുക എന്നുള്ളത്, ദൈവത്തോട് കൂറ് പുലർത്തുക എന്നുള്ളതിൻ്റെ ഒരു ക്രൈസിസിലാണ് ഇവിടെ ഇവർ വന്നിരിക്കുന്നത്. ഈ ക്രൈസിസ് വന്നപ്പോൾ ഇസ്രായേലിലുള്ളവരെ ചൂസ് ചെയ്യാൻ തക്കവണ്ണം അവർക്ക് ഒരു ഗോത്രം മാത്രമേ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഈ ലോയാലിറ്റി എന്ന് പറയും, കൂറ് എന്നുള്ളതാണ്. അത് ബൈബിളിൽ അങ്ങനെ തന്നെ ഉള്ള വാക്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ വേറെ വാക്കുകൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ ആശയം വരുന്ന വിശ്വസ്തത എന്നൊക്കെയുള്ള വാക്കുകളാണ്, ഫെയ്ത്ത്ഫുൾനെസ് ആണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് വിധേയത്വം എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വ്യക്തിയോടോ ഒരു കാര്യത്തോടോ എനിക്ക് എല്ലാറ്റിനേക്കാളും പ്രതിപത്തി തോന്നുക, എല്ലാറ്റിനേക്കാളും കൂടുതൽ കൂറ് തോന്നുക, വിധേയത്വം തോന്നുക, അതിനെയാണ് ഈ കൂറ് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. വിധേയത്വം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിൽ ലോയാലിറ്റി എന്ന് പറയുന്നതിന് കാരണം പിസ്തോസ് എന്നുള്ള ആ വാക്കിൽ നിന്നാണ്, ഗ്രീക്കിൽ നിന്നാണ് ഈ വിധേയത്വം അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ള വാക്കൊക്കെ വന്നിരിക്കുന്നത്. അതിലേക്കൊന്നും നമുക്കിപ്പോൾ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുക, അതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയും. ഇവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ ഈ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ, ഈ പുറപ്പാട് പുസ്തകം നമ്മളിപ്പോൾ വായിച്ച ആ പശ്ചാത്തലം നമ്മളെല്ലാവർക്കും നമുക്ക് ഓർമ്മ വരുന്നൊരു കാര്യമാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഇത് മോശ അവിടെ അനൗൺസ് ചെയ്യുകയാണ്. അതിന് കാരണം എന്താണ്? പുറപ്പാട് പുസ്തകം 32:1.
And when the people saw that Moses delayed to come down off the mount, the people gathered themselves together unto Aaron and said unto him, Up, make us gods which shall go before us. For this Moses, the man that brought us up out of the land of Egypt, we wot not that is become of him. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് അവിടുത്തെ പ്രോബ്ലം, അവിടുത്തെ പ്രശ്നം അതാണ്. ആ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ടാണ് മോശ ഈ വാക്യങ്ങൾ, നമ്മൾ ആദ്യം വായിച്ച വാക്യങ്ങൾ വരുന്നത്. ഇവിടെ നോക്കുക, ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള ഈ ഇസ്രായേൽ ജനത്തിൻ്റെ കൂറ് അവസാനിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് യഹോവയോടുള്ള വിധേയത്വം അവിടെ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂറ് നഷ്ടപ്പെടുന്നതിനുള്ള കാരണം എന്ന് നോക്കുക. അവിടെ ഒന്നാമത്തെ കാരണം, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിധേയത്വമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. യഹോവയോടുള്ള കൂറ് നമുക്ക് കുറയുവാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മളെ ഇസ്രായേൽ ജനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അവർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ, അവർ പ്രതീക്ഷിച്ച പോലെ ഇതാ മോശ ആ സമയത്ത് ഇറങ്ങി വന്നില്ല. സോ ദേ ഹാഡ് എ ഡിഫറെൻറ്റ് ഫ്രെയിം വർക്ക് ആൻഡ് ദേ വർ തിങ്കിങ് ദാറ്റ് മോസസ് വിൽ കം ബാക്ക് ഇൻ 1 or 2 days. ചിലപ്പോൾ നമ്മളൊക്കെ വെക്കുന്നതായിരിക്കും ചില നമ്മുടെ കാലങ്ങൾ നമുക്കുണ്ട്. ചില കാലങ്ങൾ അല്ലെങ്കിൽ ചില സമയം നമ്മൾ നിശ്ചയിക്കും. ചില കാര്യങ്ങളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് നടക്കണം, ഇത്ര നാളുകൾക്കുള്ളിൽ അതിന് ഉത്തരം നൽകണം എന്നൊക്കെ നമ്മൾ യഹോവയോട് പറയാറുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ദൈവത്തിങ്കിലുള്ള ഒരു ആശ്രയം വർദ്ധിപ്പിക്കാനൊക്കെ അത് കാരണമാണെങ്കിലും ഒരുപക്ഷെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം കുറയുവാനായിട്ടിടയായി തീരരുത്. ഇവിടെ ഇത് ഇസ്രായേൽ മക്കൾ അവരുടെ പ്രതീക്ഷ ഇൻ ദെയർ ഓൺ ഫ്രെയിം വർക്ക്, ദെയർ ഓൺ മൈൻഡ് സെറ്റ്, അവരുടെ ആ മനസ്സിൻ്റെ നിലയിലനുസരിച്ചും അവരുടെ ബുദ്ധിയുടെ നിലവാരത്തിലും അവർ യഹോവയെ വില കൊടുത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മോശ ചില ദിവസങ്ങൾക്കുള്ളിൽ ആ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം. എന്നാൽ മോശ വരുവാൻ താമസിച്ചു. അവൻ അവിടെ നിൽക്കുവാൻ തക്കവണ്ണം, അവിടെ താമസിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യമൊന്നുമല്ല സീനായി പർവ്വതം എന്ന് പറയുന്നത്. വളരെ തരിശായിട്ട്, വളരെ ചൂടും വളരെ ബുദ്ധിമുട്ടുമുള്ള, ഇന്ന് പോലും കയറാൻ അനുമതിയില്ലാത്ത ഒരു പ്രദേശമാണ് സീനായി മല. ഇന്ന് സീനായി മല എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് പ്രവേശിക്കുവാൻ പോലും അർഹതയില്ല. കാരണം താഴെ നിന്ന് മുകളിലേക്ക് നോക്കുക എന്നുള്ളതല്ലാതെ അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഗവൺമെൻറ് സാധാരണ നിലയിൽ അനുമതി കൊടുക്കാറില്ല. അത്രയും ദുഷ്കരമായ ഒരു സ്ഥലമാണ് അതാണ് എങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സീനായ് മലയിൽ കയറി നിൽക്കുന്ന മോശ ഇനി തിരിച്ചു വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടായി. താമസം നേരിടുമ്പോൾ നാം ദൈവത്തോടുള്ള വിശ്വസ്തത നമുക്ക് നഷ്ടപ്പെടുന്നതിനുള്ള ചില കാരണങ്ങളിലൊന്നാണ്, ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ആ ടൈം ഫ്രെയിമിൽ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തോട് വിധേയത്വം നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനിയും 24-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 24 പുറപ്പാട് പുസ്തകം തന്നെ 24:3, അപ്പോൾ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. ചില മണിക്കൂറുകളോ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്താ ഇസ്രായേൽ ജനം പറയുന്നത്? യഹോവയുടെ കവനന്റ്, യഹോവയുടെ ആ കവനന്റ് അവിടെ കർത്താവ് അറിയിക്കുമ്പോൾ, ഉടമ്പടി അവിടെ അറിയിക്കുമ്പോൾ അവർ പറയുക, ജനം വന്നിട്ട് പറയുക, എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുക, ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാം, ഞങ്ങൾക്കൊരു ഡൗട്ടുമില്ല, ഞങ്ങളെല്ലാം വി വിൽ ഒബേ, ഞങ്ങൾ ചെയ്യും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ചില ദിവസങ്ങൾക്കുള്ളിൽ, ചില മണിക്കൂറുകൾക്കകം അവരത് വയലേറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മളിവിടെ കണ്ടത്. ഈ ജനങ്ങൾ മോശയുടെ വരവ് താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് നമുക്ക് അവിടെ വായിക്കുമ്പോൾ മനസ്സിലാവും. അവരൊരു വിഗ്രഹത്തെ ഉണ്ടാക്കുക, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുക. അതാണ് നമ്മളവിടെ കാണുന്ന രംഗം.
അവരുടെ മുമ്പിൽ അവർ കണ്ടുകൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മോശ എന്നുള്ളൊരു മനുഷ്യൻ അവരെ നയിച്ചു കൊണ്ടുപോകുന്നത് അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടാമതായിട്ട് അവരുടെ മുൻപിൽ ഒരു മേഘ തമസ് ഉണ്ട് അവരുടെ മുമ്പിൽ നടക്കുവാനായിട്ട്. യഹോവയെ അവർ ദർശിച്ചിരുന്നത് അവിടെ ഈ രണ്ട് വിഷ്വലായിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ്. കർത്താവിൻ്റെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവർ മനസ്സിലാക്കിയിരുന്നത് ഈ ഫിസിക്കലായിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ്. അതാണ് അവർക്ക് വന്നതായിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയത് അവരുടെ മുമ്പിൽ നടക്കുന്ന ഒരു മോശയും അവരുടെ മുൻപിലുള്ള ഒരു മേഘ തമസ്സുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ആ മോശ ഇവിടെ നിന്ന് സീനിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. മോശയില്ല അവർക്ക് മുമ്പിൽ. എന്നാൽ മോശ അല്ല ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ മേഘതമസ്സോ അഗ്നിസ്തംഭമോ ഒന്നും അല്ല ഇമ്പോർട്ടൻ്റ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ടോ എന്നുള്ളൊരു വിശ്വാസം ആ ഇസ്രായേൽ ജനത്തിന് പൂർണ്ണമായിട്ടും കൈവന്നിരുന്നില്ല. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള ചില വിസിബിളായിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്, നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്, ദൈവഭാഗത്ത് നടത്തുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ടിടയുണ്ട്. ദ വിസിബിൾ തിങ്സ് ക്യാൻ ഗോ അവേ എനി ടൈം. നമ്മുടെ മുമ്പിൽ ചില വ്യക്തികളൊക്കെ ഉണ്ടായി എന്ന് വരാം, ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം, ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇതല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇതാ മോശയില്ല, അവരെ നടത്തിക്കൊണ്ടുപോകാനായിട്ട് വിസിബിളായിരിക്കുന്ന ആരും അവിടെ ഇല്ല. അപ്പോൾ അവർ പറയുകയാണ്, ഓ ലെറ്റ് us മേക്ക് ഗോഡ്സ്. ആ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ലെറ്റ് us മേക്ക് ഗോഡ്സ്, ദൈവങ്ങളെ ഉണ്ടാക്കട്ടെ എന്നാണ്. ഇതിൽ പ്രവചന വ്യാഖ്യാതാക്കളും അല്ലെങ്കിൽ പഠിതാക്കളും ഒക്കെ വളരെ നല്ല ചില കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യാറുണ്ട്. അവിടെ ഏലോഹിം എന്നുള്ള വാക്ക് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഗോഡ്സ് എന്നാണ്, ബഹുവചനത്തിലാണ്. സോ ദേ ഹാവ് സീൻ, ഞാൻ അതിൻ്റെ ഒരു സൈഡ് മാത്രം എടുത്തുകൊണ്ട് പറയട്ടെ, ദേ ഹാവ് സീൻ മെനി ഗോഡ്സ് ഇൻ ദെയർ ലൈഫ്. ഈജിപ്തിലായിരുന്നപ്പോൾ, മിസ്രൈമിലായിരുന്നപ്പോൾ അവർ കണ്ടു, പല ദൈവങ്ങളെ കണ്ടു. ദേ വർ മൂവിങ് ഫ്രം തീസം ടു പോളിതീസം. ഇവിടെ ഇതാ ഏക സത്യ ദൈവം എന്നുള്ള കാര്യത്തിൽ നിന്ന് ഇവരിതാ മൾട്ടിപ്പിൾ ഗോഡ്സ്, പല ദൈവങ്ങൾ എന്നുള്ള നിലയിലേക്ക് ഇസ്രായേൽ മക്കൾ പുറകിലോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കണം, ഏക സത്യ ദൈവം എന്നുള്ള യഹോവ എന്നുള്ള ആ നാമത്തെ വിട്ടിട്ട് ഇവിടെ ഇതാ പല ദൈവങ്ങളിലേക്ക് അവർ തിരിയുകയാണ്. They are going back to their old concept of God. ദൈവത്തെക്കുറിച്ചുള്ള പഴയ കൺസെപ്റ്റ്. ഈജിപ്തിൽ മാത്രമല്ല, മിസ്രൈമിൽ മാത്രമല്ല അവർക്ക് ഈ അറിവ് ലഭിച്ചത്. അവർക്ക് പ്രളയത്തിന് മുൻപുള്ളതായിരിക്കുന്ന ജനങ്ങൾ ബഹുദൈവത്തെ ആരാധിച്ച കാര്യങ്ങൾ പോലും അവരുടെ ഓർമ്മയിലേക്ക് വരികയാണ്. സോ they were totally confused. എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? സോ മേക്ക് us ഗോഡ്സ് എന്നാ പറയുന്നത്. ദൈവങ്ങളെ ഞങ്ങൾക്കുണ്ടാക്കി തരിക. ആ ഒരു ദൈവത്തെ അല്ല ഞങ്ങൾക്ക് വേണ്ടിയത്. ഇവിടെ ഇതാ ഓൾട്ടർനേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങളെ അറേഞ്ച് ചെയ്യണമെന്ന് അഹരോനോട് അവർ പറയുകയാണ്. പ്രാഥമികമല്ലെങ്കിൽ പ്രഥമമായിട്ട് ഈ ദൈവം അവർ ഉദ്ദേശിക്കുന്ന ദൈവം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. അപ്പിസ് എന്ന് പറയുന്നൊരു ദേവനെയാണ്, APIS, അപ്പിസ് എന്ന് പറയുന്ന ഒരു ദേവനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പിസിൻ്റെ വിസിബിളായിരിക്കുന്ന ഫോം കാളയാണ്, കാളക്കുട്ടി അല്ലെങ്കിൽ കാളയാണ്. ഈ കാളയെ മിസ്രൈമിൽ അവർ ആരാധിച്ചിരുന്നു. അത് കാള എന്നുള്ള വിഗ്രഹത്തെക്കാളും കൂടുതൽ ഈ കാളയെ അവർ ഒരു വർഷം അല്ലെങ്കിൽ ചില നാളുകൾ ഒരു കാളയെ തിരഞ്ഞെടുക്കും. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാളയെ ഈ മിസ്രൈമിൽ തിരഞ്ഞെടുക്കും. അതിന് ഊനമൊന്നും പാടില്ല. പിന്നെ അവർ വെച്ചിരിക്കുന്ന ചില ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു മൃഗത്തെ, ഒരു കാളയെയാണ് അവർ ദൈവമായിട്ട് അവിടെ ആഘോഷിക്കപ്പെടുന്നത്, ആരാധിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്വവും അവർ പറയുന്നത്, ഞങ്ങളുടെ മഹത്വം ആ കാളയിലാണ്. ഞങ്ങളുടെ ഫെർട്ടിലിറ്റി, ഞങ്ങളുടെ വർധനവിന് കാരണം ഈ കാളയാണ്. ഞങ്ങളുടെ അധികാരത്തിന് കാരണം ഈ കാളയാണ്. ഞങ്ങളുടെ ശക്തിക്ക് കാരണം ഈ കാളയാണ്. ഇതൊക്കെയും ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് മിസ്രൈമിൽ. ഇത് കണ്ടിട്ടാണ് ഈ ഇസ്രായേൽ ജനം അവിടെ നിന്ന് വരുന്നത്. പശ്ചാത്തലം മനസ്സിലായല്ലോ. 5 മാസവും 6 മാസം മുൻപാണ് ഈ സംഭവം. അവിടെ അവരിത് കണ്ടിരുന്നു, എങ്ങനെയാണ് ഈ കാളയെ ആരാധിക്കേണ്ടതെന്നുള്ളത്. അവിടെ ഒരു ഉത്സവമുണ്ട്. ഈ കാളയെ ആരാധിക്കുകയും ചെയ്യും. അവരതിനെ സന്തോഷത്തോടെ അതിനെ ഉത്സവമായിട്ട് ആഘോഷിക്കുകയും ചെയ്യും. ദേ മേക്ക് മെറി.
അവർ സന്തോഷം അവിടെ ആരാധിക്കുന്നതാണ് ഈ ദൈവം കാള. ഇവിടെ ഇവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആ ഓർമ്മ വന്നു, ഞങ്ങളുടെ മുമ്പിൽ വിസിബിളായിരിക്കുന്ന ഒരു കാള വേണം. അപ്പീസ് ദേവനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഈ യഹോവയെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിരുന്നത്, ഈ യഹോവയെ കണ്ടിരുന്നത് മോശയിലും അല്ലെങ്കിൽ ഈ അഗ്നിസ്തംഭത്തിലും ഒക്കെയാണ്. അത്ഭുതമൊക്കെ അവർ മറന്നു, ദൈവം ചെയ്ത അത്ഭുതമൊക്കെ അവർ മറന്നിട്ട് ഓക്കെ നൗ ലെറ്റ് us give all credit to ഈ അപ്പീസ് ദേവൻ, ഈ കാളക്കുട്ടിക്ക്. അതാണ് അവർ ആ അഹരോന്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ മറന്നുപോയി. ഇവിടെ ഇതാ ഇസ്രായേൽ ജനം അപ്പീസ് ദേവന് അവിടെ മഹത്വം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ ദേ ഡിസൈഡഡ് ടു മേക്ക് എ ഗാഡ്. ആരെയാണ് അവർക്ക് ഏൽപ്പിക്കണമെന്നൊക്കെ അവർക്കറിയാം. അവിടെ ചില വാക്യങ്ങളൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അവിടെ പീപ്പിൾ ഗാദേർഡ് ദംസെൽവ്സ് ടുഗദർ. അതിൻ്റെ അവിടെ വായിക്കുമ്പോൾ അവിടെ അവരെന്ത് ചെയ്യുകയാണ്, അഹരോന്റെ അടുക്കൽ ജനം വന്ന് കൂടി. ശ്രദ്ധിക്കണം, വന്നു കൂടുകയാണ്. ഒരു കോമൺ കോസ്, ഒരു കാര്യത്തിന് വേണ്ടി ഇവരെല്ലാവരും വന്നങ്ങ് കൂടുകയാണ്. ദേ ഗാദേർഡ് ടുഗദർ. ശ്രദ്ധിക്കണം, ദേ ഗാദേർഡ് ടുഗദർ. ഒരാൾക്കല്ല അവിടെ അഭിപ്രായം, രണ്ടുപേർക്കല്ല അവിടെ അഭിപ്രായം, അനേക ആയിരങ്ങൾ അവിടെ ഒറ്റ മനസ്സോടെ കൂടി വന്നിരിക്കുക. നോക്കുക, ദൈവത്തെ വിട്ട് അകലുവാൻ തക്കവണ്ണം ഭൂരിപക്ഷം ജനങ്ങൾ ഒന്നായി ചേരുമെന്ന് നമ്മൾ ആലോചിക്കുക. ഒന്ന് ഓർത്ത് നോക്കുക, ഒരുമിച്ച് കൂടുകയാണ് ഏക മനസ്സോടെ. നോക്കുക, ദൈവത്തെ വേണ്ട ഞങ്ങൾക്ക്, ഈ മോശ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട, വി വിൽ മേക്ക് അവർ ഓൺ ഗാഡ്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ദൈവം ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷം ജനം. നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും, ഭൂരിപക്ഷം ജനങ്ങൾ ഈ യഹോവയിൽ, ഈ കർത്താവിൽ എത്ര തന്നെ നമ്മൾ റിലയബിലിറ്റി പറഞ്ഞാലും, എത്രമാത്രം വിശ്വസനീയമെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അനേക ജനങ്ങളുണ്ട്. ലോജിക്കലി, തിയോളജിക്കലി, ആർക്കിയോളജിക്കലി, ഹിസ്റ്റോറിക്കലി എല്ലാം നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാലും അത് മനസ്സിലാക്കാൻ കഴിയാതെ, അത് പിൻഗമിക്കുവാൻ കഴിയാതെ ഈ യഹോവയെ വേണ്ട എന്ന് പറയുന്ന അനേക ജനങ്ങളുണ്ട്. ഇവിടെ ഇതാ ഈ ഇസ്രായേൽ ജനവും അതുതന്നെയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നേരിട്ട് കണ്ടവർ, ദേ ജോയിൻഡ് ടുഗദർ. ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് അവർ ചേരുകയാണ്. എന്നാൽ അവിടെ ഒരുപക്ഷെ ഒന്ന് രണ്ട് പേര് അവിടെ ഇതിന് വിയോജിപ്പ് കാണിച്ചതാണ്. ഒന്ന് മോശയുടെ കൂടെ പോയ യോശുവ. ഇതറിയാമല്ലോ, ഈ പശ്ചാത്തലം നമുക്കറിയാമല്ലോ, വായിച്ചു നോക്കുക. മോശയുടെ കൂടെ പോയ യോശുവ ഇതൊന്നും അറിയാതെ അവിടെ മോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഉള്ളത് ആരാ? രണ്ടുപേര്, അഹരോനും ഹൂരുമാണ്. ഇതിനു മുമ്പുള്ള വാക്യത്തിൽ അവിടെ അവർ പറയുന്നുണ്ട്, മോശ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിട്ട് പോകുന്ന രണ്ടുപേരുണ്ട്, അഹരോനും ഹൂരും. അറിയാമല്ലോ അല്ലേ, അഹരോനും ഹൂരും അവിടെ ഉണ്ട്. അഹരോനും ഹൂരും എന്തിനാണ് അവിടെ നിയമിച്ചിരുന്നത്? ഈ ഇസ്രായേൽ ജനത്തെ ദൈവഭാഗത്ത് നടത്തുവാൻ വേണ്ടിയാണ് അവിടെ ആക്കിയിരുന്നത്. എന്നാൽ when they gathered together, ഈ ഭൂരിപക്ഷമുള്ള ജനങ്ങൾ കൂടി വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അഹരോനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹൂർ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം അവിടെ വരും. ഇത് വേദപുസ്തകത്തിലൊന്നുമില്ല. യഹൂദന്മാരുടെ തൽമൂദിൽ പറയുന്നത് അവിടെ ഹൂര് കൊല്ലപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ജനങ്ങളെല്ലാം ചേർന്ന് ഹൂരിനെ കൊല്ലുകയായിരുന്നു എന്നാണ് അവരുടെ തൽമൂദിലുള്ളത്. ദൈവവചനത്തിലില്ല. ഹൂരിൻ്റെ മക്കളെക്കുറിച്ച് നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്. ദൈവം അതിനു മുമ്പ് അവർക്ക് സമാഗമന കൂടാരത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ചുമതല കൊടുക്കുന്നത്. ഹൂരിനെ പിന്നെ കാണാനായിട്ടേ ഇല്ല. അപ്പോൾ ഒരുപക്ഷെ ഇത് കണ്ടപ്പോഴാണ് അഹരോന് ഭയമായത്, ഒരുപക്ഷെ. ഓക്കെ, അപ്പോൾ അവിടെ ഹൂറ് കൊല്ലപ്പെട്ടു, ഈ ജനങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുക, ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അഹരോൻ എന്ത് ചെയ്തു? ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആൻഡ് ദേ കോൺട്രിബ്യൂട്ടഡ് ദ പ്രഷ്യസ് തിങ്സ്. ആ ജനങ്ങളെല്ലാം അവരുടെ ഏറ്റവും പ്രഷ്യസ് ആയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഒരുപക്ഷെ ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, അഹരോൻ വുഡ് ഹാവ് നെവർ ഇമാജിൻഡ് ദിസ്. നടക്കാൻ വയ്യാത്തൊരു സാധ്യതയാണ് അഹരോനോട് പറഞ്ഞത്. ഈ വില കൂടിയ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞ ഒരിക്കലും ദേ വിൽ നോട്ട് പാർട്ട് വിത്ത് ദെയർ കോസ്റ്റ്ലി ഐറ്റംസ്. ശ്രദ്ധിക്കണം, അവരുടെ വില കൂടിയ സാധനങ്ങൾ അവർ കൊണ്ടുവരത്തില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് അഹരോൻ പറയുക, അതെല്ലാം കൊണ്ടുപോകാൻ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. പക്ഷേ ദേ വർ വില്ലിംഗ് ടു ഗീവ് ദാറ്റ്. അവരുടെ ഏറ്റവും പ്രഷ്യസ് ആയിരിക്കുന്ന കാര്യങ്ങൾ ഈ ദൈവത്തെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം അവരവിടെ നൽകുകയാണ്.
ആൻഡ് കെയിം ഔട്ട്. എന്തുണ്ടായി വന്നു? അവിടെ ശില്പിയുടെ അല്ലെങ്കിൽ ആ കരവിരുതിൽ ഇതാ ഒരു ദൈവം പുറത്തു വരികയാണ്. ആ വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. ആ ശില്പി അതിനെ ഭാഷ വരുത്തി ഫാഷൻ ദ ഗോഡ്. ഏറ്റവും മനോഹരമായിട്ട് ഇതാ ആ കാളക്കുട്ടിയെ കൊണ്ട് നിർത്തുകയാണ്. നിർത്തി കഴിഞ്ഞപ്പോൾ അവരെന്താ സംഭവിച്ചെന്നറിയാമോ? അവർ ദൈവത്തെ വിട്ടുകളയുവാൻ തക്കവണ്ണമുള്ള അടുത്ത ഒരു കാരണവും കൂടാണ് നമ്മൾ അവിടെ കാണുന്നത്. 17-18 വാക്യങ്ങൾ, 32-17-18 വാക്യങ്ങൾ. ആൻഡ് വെൻ ജോഷുവ ഹേർഡ്, ജനം ആർത്ത് വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനവൻ, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത്. നോക്കുക, മോശയ്ക്ക് കാര്യം അറിയാം, യോശുവയ്ക്ക് അറിയത്തില്ല. അതാണ് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി എന്താ അവിടെ സംഭവിക്കുന്നത്. യോശുവയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ യോശുവ ഈ ശബ്ദം കേട്ടിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ പിന്നെയാ മറിഞ്ഞത്, എന്താ മനസ്സിലായത്? അവിടെ യുദ്ധഘോഷമൊന്നുമല്ല, അവിടെ എന്താ അവിടെ നടക്കുന്നത്? നിലവിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമത്രേ. സന്തോഷിച്ച് ആർപ്പെടുകയാണ്. ഈ ദൈവത്തെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് സന്തോഷമാണ്. വളരെ ചിന്തിക്കണം കേട്ടോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ കുറച്ച് മുമ്പേ ഭയന്ന് വിറച്ച് നിന്നതാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവ പ്രഖ്യാപിക്കുമ്പോഴൊക്കെയും അവർക്ക് ഭയമായിരുന്നു. ആ മലയുടെ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് ഭയന്നിരുന്നവർ. എന്നാൽ ഇവിടെ അവർക്ക് സന്തോഷമാണ്. ഈ ലോകം കൊടുക്കുന്ന സന്തോഷമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അന്യ ദൈവങ്ങളെ പിൻചെല്ലുമ്പോൾ, അതിനെ ആരാധിക്കുമ്പോൾ വളരെ സന്തോഷം ജനങ്ങൾക്കുണ്ടാകും. നമ്മൾ ചുറ്റും നോക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. എപ്പോഴാണ് സന്തോഷം തോന്നുന്നത്? ദൈവം ഒരു കാര്യം ചെയ്യുമ്പോഴും സന്തോഷം നമുക്ക് തോന്നാറുണ്ട്. ദൈവത്തെ കൂടാതെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. ദൈവത്തെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട്, എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോഴൊക്കെ, എല്ലാവർക്കും അല്ല, എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. അത് ദൈവവചനത്തിലുള്ള കാര്യമാണോ, ദൈവം ആഗ്രഹിക്കുന്നതാണോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണോ എന്നത് നമ്മൾ നോക്കത്തില്ല. നമുക്ക് സന്തോഷമാണ്, നമ്മൾ ആർപ്പിടുകയാണ്, നമ്മൾ ആഘോഷിക്കുകയാണ്. ലൗകികമായിരിക്കുന്ന കാര്യങ്ങളെ വെച്ച് ആഘോഷിക്കുക, അന്യ ദൈവങ്ങളെ വെച്ച് ആഘോഷിക്കുക, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന കാര്യങ്ങളാണ്. യഹോവയിൽ സന്തോഷിക്കുന്നതിന് പകരം പലപ്പോഴും മറ്റു കാര്യങ്ങൾ അനാവശ്യമായിരിക്കുന്ന സന്തോഷം അവിടെ ഉണ്ടാകും. ഇവിടെ ഇതാ നോക്കുക, അന്യ ദൈവങ്ങൾ എപ്പോഴും സന്തോഷം പ്രദാനം ചെയ്യും. ശ്രദ്ധിക്കുക, അന്യ ദൈവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. മേക്ക് മെറി, സന്തോഷിക്കുക, ഉത്സവത്തോടെ ഇരിക്കുക. എന്തുമാത്രം ആഘോഷമാണ് നമ്മളൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്നറിയാമോ? ആഘോഷിക്കുക. ദൈവത്തിലുള്ളതല്ല, ദൈവസന്നിധിയിലിരുന്ന് മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഉറക്കമാണ്, ഇവിടെ നമുക്ക് ക്ഷീണമാണ്, ഇവിടെ നമുക്ക് മന്ദതയാണ്, ഒന്ന് എഴുന്നേക്കാൻ പോലും നമുക്ക് കഴിയുകയില്ല. പക്ഷേ ഒരു ഉത്സവത്തിനോ മറ്റ് ആഘോഷങ്ങളോ ചെയ്യുമ്പോൾ നമ്മൾ കൈയടിക്കുകയാണ്, പാട്ടുപാടുകയാണ്, തുള്ളിച്ചാടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതിൻ്റെ ആ അർത്ഥവ്യത്യാസം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഐറണി നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അവിടെയുള്ള സന്തോഷം ദൈവസന്നിധി നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇവിടെ ഇതാ ഇവർക്കത് കഴിഞ്ഞില്ല, ഇവർ സന്തോഷിക്കുകയാണ്. ആൻഡ് ദേ വർ എൻജോയിങ്. അത് മാത്രമല്ല, അവരുടെ മുമ്പിൽ അവർക്കുണ്ടായിരുന്നത് മോശയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചില വ്യക്തികൾ, ചില ആൾക്കാർ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്ക് അവരോട് വിധേയത്വം ഉണ്ടാകാറുണ്ട്. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, നല്ലതാണ്. പക്ഷേ അതിൽ കൂടുതൽ നമ്മളൊരു വ്യക്തിയോടോ ഒരു പേഴ്സണാലിറ്റിയോടോ നമ്മൾ വിധേയത്വം കാണിച്ചു കഴിഞ്ഞാൽ അത് ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യമാണെങ്കിൽ അത് വളരെ പ്രശ്നമുണ്ടാക്കും. അവിടെ ദൈവത്തോടുള്ള ലോയാലിറ്റി, ദൈവത്തോടുള്ള കൂറ് നമുക്കവിടെ നഷ്ടപ്പെടും. ആ കൂറ് നഷ്ടപ്പെട്ടിട്ട് ഈ വ്യക്തിയെ പ്രസാദിപ്പിക്കുക, ഈ വ്യക്തികളെ പ്രസാദിപ്പിക്കുക, ഈ സഭയെ പ്രസാദിക്കുക, ഈ കൂട്ടത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകുന്ന ഒരവസ്ഥ വരും. ഇവിടെ ഇവർ മോശയാണ് കണ്ടിരുന്നത്. മോശയുടെ വ്യക്തി പ്രഭാവത്തിലാണ് ഈ ഇസ്രായേൽ ജനം നടന്നു പോയിക്കൊണ്ടിരുന്നത്. മോശയെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ ദേ വാണ്ടഡ് ആൻ ആൾട്ടർനേറ്റ് ഗോഡ്.
They could not feel the presence of God. ദൈവത്തെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അവിടെ വേണം. നാം ദൈവത്തെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് ശരിയായൊരു ദർശനം നമുക്കില്ലെങ്കിൽ, ഈ വ്യക്തികളൊക്കെ വന്ന് നമ്മുടെ മുമ്പിൽ വീഴുമ്പോൾ നമ്മൾ അറിയാതെ ആ വ്യക്തികളെയൊക്കെ ആരാധിച്ചു പോകും. നമ്മുടെ ചുറ്റുമുള്ള പല ഓർഗനൈസേഷൻസ്, പല സഭകൾ, ഇവരൊക്കെയും പറയും. ഞാൻ ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് അനദർ ബ്രദർ. ഹിസ് വർഷിപ്പ് മെസ്സേജസ് വർ വെരി വെരി നൈസ്. സോ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊന്ന് കുറച്ച് നേരം ഇരുന്നൊന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ഫ്രം വേർ യു ആർ കമ്മിങ് ആൻഡ് വാട്ട് വാസ് ദ പേർപ്പസ് ഓഫ് കമ്മിങ് ഹിയർ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന മിനിസ്ട്രിയിലുള്ള ഒരാളാണ്, ഞാൻ പേര് പറഞ്ഞു ഉദ്ദേശിക്കുന്നില്ല, ഐ ആം ഇൻ ദിസ് മിനിസ്ട്രി. ഞാൻ പറയും, സി സോ മെനി തിങ്സ് വാട്ട് ഹി ഈസ് ഡൂയിങ്. ആ മിനിസ്ട്രി ചെയ്യുന്ന അതിൻ്റെ ആൾ ചെയ്യുന്നതൊക്കെയും അത്ര ദൈവം അതിനകത്ത് യോജിച്ചു അല്ലല്ലോ എന്ന് ഞാൻ പറയുകയും, ഐ സോ ഹിസ് ഫേസ് ടേണിങ് റെഡ്. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ മാറി. അദ്ദേഹം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയ സഹോദര, ആ വ്യക്തിയെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ താങ്കൾക്ക് അർഹതയില്ല. ഞാൻ ദൈവത്തെക്കാളും കൂടുതൽ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ പിൻഗമിക്കുകയും ചെയ്യുന്ന ആളാണ്. ഹി ടോൾഡ് ലിറ്ററലി. ഞാൻ പറഞ്ഞു, ദൈവത്തിനേക്കാളുമോ? യെസ്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തി അദ്ദേഹമാണെന്നാണ് പറഞ്ഞത്. നോക്കുക, ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഈ വ്യക്തികൾ, ഞാൻ അദ്ദേഹത്തെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഒന്നിതായി ഞാൻ പിന്നെ വിട്ടു. എന്നാലും ഞാൻ വിചാരിച്ചു, എത്ര നല്ല മനുഷ്യൻ. പക്ഷേ ഹീ ഈസ് ഗൈഡഡ് ബൈ അനദർ പേഴ്സൺ. ഒരാളാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. അങ്ങനെയാണ് പല ഓർഗനൈസേഷൻസും ഈ ഭൂമിയിൽ ഉണ്ടായത്. ചില വ്യക്തിപ്രഭാവത്തിലുണ്ടാകുന്നതിനെ നമ്മൾ ദൈവത്തെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അതിനെ പിൻഗമിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജീവിതം അവസാനം എപ്പോഴെങ്കിലും പരാജയമായി കഴിഞ്ഞാൽ യു ഹാവ് ടു ബിയർ ദ റെസ്പോൺസിബിലിറ്റി, യു ഹാവ് ടു ബിയർ ദ ഗിൽറ്റ് ഓൾസോ. ഓക്കെ, അത് നമ്മൾ ചിലപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അതിന് കുറ്റസമ്മതം നടത്തേണ്ടി വരും. നമുക്ക് ചില കാര്യങ്ങൾ നമ്മളൊന്ന് അനാവശ്യമായിട്ട് അതിനോട് ഏറ്റുപിടിക്കേണ്ടതായിട്ട് വരും. നെവർ ഫോളോ എ പേഴ്സൺ, നെവർ. അത് ചെയ്യാൻ പറ്റിയ ഒരാൾ നമ്മുടെ കർത്താവ് മാത്രമാണ്, നോബഡി എൽസ്. ഇവിടെ ഇതാ മുൻപോട്ട് പോകട്ടെ, ഞാൻ നിർത്താൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോയൽറ്റി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാമോ? എന്താണ് വിശ്വസ്തത വേണമെന്ന് പറയുന്നത്? 32-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ഇസ്രായേലെ, ഇത് തന്നെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് എന്ന് അരുളി ചെയ്തു. നോക്കുക, അവിടുത്തെ പദപ്രയോഗങ്ങൾ നോക്കുക. 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ പറയുകയാണ്, നീ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം, എൻ്റെ ജനമല്ല, നിന്റെ ജനം, നിന്റെ ജനം. മോശയോട് പറയുക, ഇതുവരെ യഹോവ പറഞ്ഞിരുന്നത് എൻ്റെ ജനമെന്നാണ്. എന്നാൽ ഇവിടെ നേരെ മാറിയിട്ട് പറയുക, ഇത് നിന്റെ ജനമാണ്. മോശയുടെ ജനമായിട്ട് പറയുകയാണ്. യഹോവ വാക്കുകളെ മാറ്റി. നോക്കുക, ഇന്ന് നമ്മളെ നോക്കി ദൈവം പറയാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. എൻ്റെ ജനം, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് പറയുന്നിടത്ത് നിന്റെ മകൾ, നിന്റെ മകൻ എന്ന് പറയുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള പൊസഷൻ എന്നുള്ള നിലയിൽ നിന്ന് മറ്റുള്ളവരുടെ കയ്യിലേക്ക് എറിയപ്പെടുകയാണ്. നോക്കുക, ദൈവത്തെ നിങ്ങൾ വിധേയത്വം ഇല്ല എന്നുണ്ടെങ്കിൽ, ദൈവത്തോട് കൂറ് പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഹീ ഈസ് നോട്ട് ബൗണ്ട് ടു ഹിയർ യുവർ പ്രേയർ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ അവൻ അർഹനല്ല. നിങ്ങൾ യഹോവയോടല്ല വിധേയത്വം, നിങ്ങൾ തെറ്റായ വഴികളിലാണ് നടക്കുന്നത്, മറ്റുള്ള ദൈവത്തോടാണ് വിധേയത്വം കാണിക്കുന്നതെങ്കിൽ, ദൈവത്തിന് പകരം മറ്റ് ചില പ്രതിഷ്ഠകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തിന് പകരം മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ആത്മീയ കൂട്ടുകെട്ടുമായിരിക്കാം. ദൈവത്തെക്കാളും കൂടുതൽ അതിന് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ യഹോവ പറയും, നീ അവൻ്റെ ജനമാണ്, നീ അവൻ്റെ മകനാണ്, നീ ഇവൻ്റെ മകനാണ്, ഈ അപ്പൻ്റെ മോനാണ്, എൻ്റെ മോനല്ല, എൻ്റെ മകനല്ല, എൻ്റെ ജനമല്ല എന്ന് യഹോവ പറയും. കുറ്റം പറയാൻ പറ്റില്ല. യഹോവ അത് പറയും, കർത്താവ് അത് പറയും. നിങ്ങൾ അനാഥരായിട്ട് മാറപ്പെടുമെന്ന് നമ്മൾ ഓർത്തിരിക്കുക. എന്നാൽ ഇനിയും ലേവ്യരുടെ കാര്യം നാം നോക്കുക. ഈ ഒരു ഗോത്രം സ്റ്റബേണായിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ എന്താ പറഞ്ഞേ? യഹോവയുടെ പക്ഷത്താണ്, മോശയുടെ പക്ഷത്താണ് ഞങ്ങൾ, ഈ യഹോവ മതി ഞങ്ങൾ. ശ്രദ്ധിക്കുക,
ലേവ്യർക്ക് കിട്ടാവുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രത്തിന് കിട്ടാത്ത ഏറ്റവും വലിയ അംഗീകാരവും മഹത്വം ലേവ്യർക്ക് കിട്ടി എന്നുള്ളതാണ്. അവിടെ 32-ന്റെ 28-ഉം 29 വാക്യങ്ങൾ നോക്കുക. 32-ന്റെ 28-ഉം 29 വാക്യങ്ങൾ. അവിടെ ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങളിൽ നിന്ന് ഓരോരുത്തൻ താന്താൻ്റെ മകനും താന്താൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് മോശ പറഞ്ഞു. അവിടെ വലിയൊരു ശിക്ഷാവിധി നടക്കുകയാണ്. സഹോദരനെയാണ് കൊല്ലുന്നത്. അടുത്തറിയാവുന്നവരെയാണ് അവിടെ കൊല്ലപ്പെടുന്നത്. 3000-ഓളം പേര് ഇവർക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയപ്പെടുന്നവരാണ് കൊല ചെയ്യപ്പെടുന്നത്. നോക്കുക, നമ്മളോട് ഇന്ന് ദൈവം അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ചില വ്യക്തിബന്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും. ചില കൂറുകളൊക്കെ നമ്മളൊന്ന് അവസാനിപ്പിക്കേണ്ടി വരും. ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അകലം പാലിക്കേണ്ടതായിട്ട് വരും. ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എ സെപ്പറേഷൻ ഈസ് നീഡഡ്. ഹൂവർ ഇറ്റ് ഈസ്, ആരായിരുന്നാലും, നമ്മുടെ ഫാദറാകാം, നമ്മുടെ മദറാകാം, നമ്മുടെ സഹോദരന്മാരാകാം, നമ്മളെ ഏത് രീതിയിലും നമ്മളെ സ്വാധീനിക്കുന്ന വ്യക്തികളാകാം. ബട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായിത്തീരണം. നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ ആ വാക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. 29-ാമത്തെ, യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന്. യഹോവ അനുഗ്രഹം നൽകേണ്ടതിന്. ലേവ്യരെ ദൈവം അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചു. വളരെ രസകരമാണത്. ആ ലേവ്യ ഗോത്രത്തെ പ്രീസ്റ്റ്ലി ക്ലാസ്സായിട്ട് ദൈവം മാറ്റി ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ അർഹതയുള്ള ഒരേ ഒരു ഗോത്രം ലേവ്യ ഗോത്രമാണ്. എന്തൊരു അത്ഭുതകരമായിരിക്കുന്ന മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. അന്ന് ഇസ്രായേൽ ജനത്തിന് മുഴുവനായിട്ട് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ ആ സംഭവത്തോടുകൂടി ഇസ്രായേലിനെ രണ്ടായി വിഭജിക്കുകയാണ്. ദർ ഇസ് എ പ്രീസ്റ്റ്ലി ക്ലാസ് ദേർ. ഒരു പുതിയ ഉത്ഭവം അവിടെയാണ്. ഒരു ഗോത്രത്തെ യഹോവയെ ആരാധിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുക. ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവനും പുരോഹിതന്മാരായിരുന്നല്ലേ? ആയിരുന്നല്ലേ? ഇസ്രായേൽ ജനം ആർക്കും മനസ്സിലാകുന്നില്ല. ഇസ്രായേൽ ജനം പുരോഹിതന്മാരായിരുന്നല്ലേ? എന്നാൽ ഒരു ലേവ്യ ഗോത്രത്തിന് മാത്രം അവകാശം ലഭിച്ചത് അവർ യഹോവയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ തലമുറ ദൈവഭാഗത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളതാണ്. യഹോവയ്ക്ക് പകരമായിട്ട്, കർത്താവിന് പകരമായിട്ട് അന്യ ദൈവങ്ങൾ, അത് ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെടുകയില്ല. ദൈവത്തോട് കൂറ് പുലർത്തുന്നവരായിട്ടുള്ള സന്തതി പരമ്പരകൾ നിങ്ങൾക്കുണ്ടാകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതാ ലേവ്യ ഗോത്രം, ആ ഗോത്രം മുഴുവനായിട്ട് തലമുറയായിട്ട് യഹോവയെ ആരാധിക്കുവാനുള്ള അവകാശമുള്ളവരായിട്ട് ഇന്നവരായിരിക്കുക. ഇനിയും ഈ സഭായുഗം കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി അഗെയിൻ ബെസ്റ്റോഡ് അപ്പോൺ ദം. അവർക്ക് വീണ്ടും ലഭിക്കുവാനായിട്ട് പോവുകയാണ്. എത്ര വലിയ മഹത്വമാണ്! എത്രയോ വർഷങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത്, ഇസ്രായേൽ ജനത്തെ കീഴ്മേൽ മറിച്ചതായിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കാളക്കുട്ടി അവർ നിർമ്മിക്കുന്നത്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാളക്കുട്ടികളെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കരുത്. അന്യ ദൈവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരരുത്. എന്തൊക്കെ കാരണങ്ങളായാലും ഈ യഹോവയല്ലാതെ, ഈ കർത്താവല്ലാതെ നമുക്ക് വേറൊന്നുമില്ല. നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിഞ്ഞു നോക്കാം. എത്ര അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. യഹോവയുടെ പക്ഷത്തേക്ക് വന്നതുകൊണ്ട്, നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ പക്ഷത്ത് വന്നതുകൊണ്ട് എനിക്ക് അനായാസമായിട്ട് ദൈവവചനം കേൾക്കുവാനിടയായി. എനിക്ക് രക്ഷിക്കപ്പെടുവാൻ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. മുൻ തലമുറകൾ ചെയ്യുന്നതിൻ്റെ അനുഗ്രഹം അവരിൽ നിന്ന് പഠിക്കുവാനിടയായി തീർന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇടയിൽ നല്ലൊരു ആത്മീയരായിരിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ഇതിനെല്ലാം കാരണമുണ്ടായി തീർന്നത് എനിക്ക് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചത് കൊണ്ടാണ്. ഒന്ന് എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുവാൻ, എഴുന്നേറ്റ് പാട്ട് പാടുവാൻ, ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഞാൻ കർത്താവിൻ്റെ പക്ഷത്തേക്ക് ഞാൻ വന്നതുകൊണ്ടാണ്. ദൈവവചനത്തിന് അനുഗ്രഹമേറിയിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുവാൻ എൻ്റെ ബുദ്ധിയിൽ അത് കഴിയുന്നുണ്ടെങ്കിൽ കാരണം ഞാൻ യഹോവയുടെ പക്ഷത്തേക്ക് വന്നതുകൊണ്ടാണ്. ശരിയായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ യഹോവയുടെ പക്ഷത്തേക്ക് വന്നതുകൊണ്ടും എൻ്റെ പിതാക്കന്മാർ ആ തീരുമാനമെടുത്തത് കൊണ്ടാണ്. തലമുറകളെ ദൈവം അനുഗ്രഹിക്കും.
ആത്മീയമായി ഉപയോഗപ്പെടുവാൻ തക്കവണ്ണം അനേകർ കർത്താവിലേക്ക് വരുവാൻ നിങ്ങൾ ഇടയായിത്തീരുന്നെങ്കിൽ അതിന് കാരണം നിങ്ങൾ യഹോവയുടെ പക്ഷത്തേക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ നാം എടുത്ത തീരുമാനങ്ങളെ ദൈവം ബഹുമാനിച്ചു, നാം എടുത്ത തീരുമാനങ്ങളെയൊക്കെ ദൈവം ആദരിച്ചു, അല്ലേ? നമുക്കതല്ലേ പറയുവാനായിട്ട് കഴിയുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ പിതാക്കന്മാരെയൊക്കെ നമ്മൾ അവഹേളിച്ചു എന്ന് വരാം. അവർ ബൈബിളും എടുത്തുകൊണ്ട് അവർ പോകുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും മടിയോടെ വീട്ടിലൊക്കെ ഇരുന്നിട്ടുണ്ട്, അല്ലേ? ഇരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും അതിനെയൊക്കെ അവജ്ഞയോടെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ അപ്പച്ചന്മാർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ, സഹോദരന്മാർ, നമ്മളെ നടത്തിയവർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരു അവജ്ഞയൊക്കെ നമുക്കുണ്ടായെന്ന് വരാം. പക്ഷേ മനസ്സിലാക്കുക, അവരെ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാം അവൻ്റെ പക്ഷത്താണ്, ഇല്ല എന്നുള്ളതല്ല, കൂടുതൽ നമുക്ക് തിരിയുവാനിടയാകട്ടെ. മറ്റു ദൈവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ. അതൊരു യുവതിയായിരിക്കാം, ഒരു യുവാവായിരിക്കാം, ഒരു വിവാഹമായിരിക്കാം, ഒരു എന്തെല്ലാം കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ, ആ ലോയാലിറ്റി, വിശ്വസ്തതയെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും വരാതെ കൊണ്ടാം നമ്മളിരിക്കാം. അല്ലെങ്കിൽ അന്ന് 3000 പേര് വീണുവെങ്കിൽ ഇന്നും വീഴും. പ്രായപൂർത്തിയാകാതൊക്കെ ചിലപ്പോൾ മരിച്ചുപോയി എന്ന് വരാം. രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചിലപ്പോൾ കൂടുതൽ വന്നു എന്ന് വരാം. ഭയത്തിന് വേണ്ടിയിട്ടല്ല പറയുന്നത്, നമ്മുടെ മുൻപിൽ അതും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടല്ല ഇപ്പോഴും വരുന്നത് അസുഖങ്ങൾ, പക്ഷേ ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട് എന്ന് ഓർത്തിരിക്കുക. യഹോവയുടെ പക്ഷത്തല്ലാതെ നമ്മൾ നടക്കുമ്പോൾ അതും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകണം. ദൈവം നമ്മളെ നടത്തട്ടെ.